യേശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവം തരുന്ന ഓരോ പുതിയ ദിവസവും അവിടുത്തെ കൃപയുടെയും കാരുണ്യത്തിൻ്റെയും അടയാളമാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും ആകുലതകളും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പുതിയൊരു പ്രഭാതത്തിലേക്ക് നമ്മെ ഉണർത്തിയ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിവസം സവിശേഷമായ ഒരു ദിനമാണ്. തിരുസഭ ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുകയാണ്. പാപത്തിൻ്റെ കറയില്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ച പരിശുദ്ധ അമ്മ തൻ്റെ ഭൗമിക ജീവിതത്തിനു ശേഷം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് നാം വിശ്വസിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന വലിയൊരു ദിനം. സ്നേഹമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ചിന്തയുടെ കേന്ദ്രവും അതുതന്നെയാണ്. സ്വർഗത്തിലേക്ക് തുറന്ന ഒരു വാതിലാണ് പരിശുദ്ധ അമ്മ. എളിമയും വിധേയത്വവും കൊണ്ട് ഒരു മനുഷ്യായുസ്സ് എങ്ങനെ ദൈവത്തിന് പ്രീതികരമാക്കാം എന്ന് ജീവിച്ചു കാണിച്ചു തന്നവൾ. അവളുടെ ജീവിതം, പ്രത്യേകിച്ച് ഇന്നത്തെ വചനഭാഗങ്ങൾ, നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. ദൈവം എളിയവരെ ഉയർത്തുന്നു. അവിടുത്തെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നവരെ അവിടുന്ന് മഹത്വപ്പെടുത്തുന്നു. വെളിപ്പാടിന്റെ പുസ്തകത്തിലെ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീയും ലൂക്കായുടെ സുവിശേഷത്തിലെ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ തിടുക്കത്തിൽ ഓടുന്ന മറിയവും ഒരാൾ തന്നെയാണ്. സ്വർഗത്തിന്റെ രാജ്ഞിയും ദൈവത്തിന്റെ എളിയ ദാസിയും. ഈ രണ്ടു ഭാവങ്ങളുടെയും പൂർണ്ണതയാണ് മറിയത്തിൽ. ഇന്ന് നമുക്ക് ഒന്നാം വായനയായി നൽകിയിരിക്കുന്നത് വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഭാഗമാണ്. സ്വർഗീയമായ ഒരു വലിയ ദർശനമാണ് യോഹന്നാൻ ശ്ലീഹ നമുക്ക് മുന്നിൽ വരച്ചുകാട്ടുന്നത്. നമുക്ക് ആ വചനങ്ങളെ ആദ്യം ഏറ്റുചൊല്ലാം. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. ആലയത്തിനുള്ളിൽ അവിടുത്തെ ഉടമ്പടിയുടെ പേടകം കാണാറായി. അപ്പോൾ സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസ്സിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള ഒരു കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. ഈറ്റുനോവിനാൽ അവൾ പുളഞ്ഞു. അപ്പോൾ സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ, അഗ്നിമയനായ ഒരു അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. സകല ജനതകളെയും ഇരുമ്പുദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. ആ ശിശു പെട്ടെന്ന് ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. ആ സ്ത്രീ ദൈവം സജ്ജമാക്കിയ സ്ഥലത്തേക്ക്, മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. സ്നേഹമുള്ളവരെ, വളരെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ ഒളിപ്പിച്ചുവെച്ച അടയാളങ്ങളുടെ ഒരു പുസ്തകമാണ് വെളിപാടിന്റെ പുസ്തകം. ഇന്ന് നാം കേട്ട ഈ ഭാഗം തിന്മയുടെ മേൽ നന്മ നേടുന്ന വലിയ വിജയത്തെയാണ് വരച്ചുകാട്ടുന്നത്. ഇവിടെ നാം കാണുന്ന സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ പലപ്പോഴും തിരുസഭയുടെ പ്രതീകമായും അതോടൊപ്പം തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രതീകമായും വ്യാഖ്യാനിക്കപ്പെടുന്നു. എന്താണ് ഈ അടയാളങ്ങൾ അർത്ഥമാക്കുന്നത്? സൂര്യനെ ഉടയാടയാക്കുക എന്നാൽ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് പൊതിയപ്പെട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. അവളുടെ പാദങ്ങൾക്കടിയിലെ ചന്ദ്രൻ മാറ്റങ്ങൾക്കും അസ്ഥിരതകൾക്കും മുകളിലാണ് അവളുടെ സ്ഥാനം എന്ന് സൂചിപ്പിക്കുന്നു. ശിരസ്സിലെ 12 നക്ഷത്രങ്ങൾ
ഇസ്രായേലിലെ 12 ഗോത്ര. ഒരു ദിവസം വികാരിച്ചൻ ആ പാവപ്പെട്ട സ്ത്രീയെ വിളിച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അഭിനന്ദിച്ചു. അപ്പോൾ ആ ധനികയായ സ്ത്രീക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അച്ചോ, ലക്ഷങ്ങൾ മുടക്കുന്ന ഞാനാണോ വലുത്, അതോ അടിച്ചുവാരുന്ന അവളാണോ? ഏസ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, ദൈവം നോക്കുന്നത് ആര് എത്ര കൊടുത്തു എന്നല്ല, ഏത് മനോഭാവത്തോടെ കൊടുത്തു എന്നാണ്. ഒരാൾ കൊടുത്തത് തന്റെ സമൃദ്ധിയിൽ നിന്നാണ്. അത് മറ്റുള്ളവർ കാണാനും പുകഴ്ത്താനുമായിരുന്നു. എന്നാൽ മറ്റേയാൾ കൊടുത്തത് തന്റെ സമയവും ആരോഗ്യവുമാണ്. അത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ മാത്രമായിരുന്നു. സ്നേഹമുള്ളവരെ, മറിയം പഠിപ്പിക്കുന്നതും ഇതാണ്. അവളുടെ സ്തുതിപ്പ് ഗീതം, മഞ്ജിഫിക്കേറ്റ്, ഒരു വിപ്ലവ ഗാനമാണ്. അവൾ പറയുന്നു, പാപം മൂലം മനുഷ്യശരീരം മണ്ണിൽ അഴുകിച്ചേരുന്നു, എന്നാൽ പാപരഹിതയായിരുന്ന മറിയത്തിന്റെ ശരീരം അഴുകാൻ ദൈവം അനുവദിച്ചില്ല. അത് അവളുടെ പുത്രന്റെ മഹത്വത്തിൽ പങ്കുചേരാനായി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇത് നമുക്കോരോരുത്തർക്കും നൽകുന്ന പ്രത്യാശയെന്താണ്? നമ്മുടെ ജീവിതത്തിലും തിന്മയുടെ ശക്തികളുമായി നിരന്തരം പോരാട്ടങ്ങളുണ്ടാകാം. രോഗങ്ങൾ, കടബാധ്യതകൾ, കുടുംബപ്രശ്നങ്ങൾ, ഒറ്റപ്പെടലുകൾ എന്നിങ്ങനെ പല രൂപത്തിൽ ഈ ഭീകരസർപ്പം നമ്മെ വിഴുങ്ങാൻ ശ്രമിച്ചേക്കാം. എന്നാൽ ഓർക്കുക, സൂര്യനെ ഉടയാടയാക്കിയ ആ സ്ത്രീയുടെ പക്ഷത്താണ് ദൈവം. അവൾക്കു വേണ്ടി ദൈവം ഒരുക്കിയ അഭയസ്ഥാനം പോലെ നമുക്കും ദൈവം തന്റെ സന്നിധിയിൽ അഭയം നൽകും. ഈ പോരാട്ടത്തിൽ നാം തനിച്ചല്ല. സ്വർഗാരോപിതയായ അമ്മയുടെ മാധ്യസ്ഥ്യം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സഖറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഉച്ചത്തിൽ പ്രഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദനസ്വരം എന്റെ കാതുകളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളിച്ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് ശക്തനായവൻ എനിക്കു വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭയപ്പെടുന്നവരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് താഴെയിറക്കി. എളിയവരെ ഉയർത്തി. വിശയ്ക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. മറിയം ഏതാണ്ട് 3 മാസത്തോളം അവളോടുകൂടി കൊണ്ടു താമസിച്ചു. പിന്നെ, സ്നേഹമുള്ളവരെ, ഈ സുവിശേഷ ഭാഗം നമ്മൾ പലമുறை കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് സ്വർഗാരോപണ തിരുനാളിന്റെ പശ്ചാത്തലത്തിൽ ഈ വചനങ്ങളെ നോക്കിക്കാണണം. ഇവിടെ 2 ഭാഗ്യവതികളായ അമ്മമാരെ നാം കാണുന്നു. വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ച എലിസബത്തും കന്യകയായിരിക്കെ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച മറിയവും. സുവിശേഷത്തിന്റെ ആദ്യ ഭാഗം ശ്രദ്ധിക്കുക. മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ഗബ്രിയേൽ ദൂതനിൽ നിന്ന് താൻ ദൈവപുത്രന്റെ അമ്മയാകാൻ പോകുന്നു എന്ന വലിയ വാർത്ത കേട്ട മറിയം ആ സന്തോഷത്തിൽ മതിമറന്ന് വീട്ടിലിരിക്കുകയല്ല ചെയ്തത്. മറിച്ച് തന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനും ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവളെ ശുശ്രൂഷിക്കാനായി തിടുക്കത്തിൽ ഓടുകയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കൂ.
നമുക്കെന്തെങ്കിലും ഒരു നേട്ടമുണ്ടാകുമ്പോൾ, ഒരു പ്രമോഷൻ കിട്ടുമ്പോൾ, മക്കൾക്ക് നല്ല മാർക്ക് കിട്ടുമ്പോൾ, ഒരു പുതിയ വീട് വയ്ക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? നമ്മളത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അഹങ്കാരമായി കൊണ്ടു നടക്കാറുണ്ടോ? അതോ മറിയത്തെപ്പോലെ ദൈവം തന്ന ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്കൊരു സഹായമാകാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഒരു ചെറിയ കഥ പറയാം. ഒരു ഇടവകയിൽ ഭക്തരായ 2 സ്ത്രീകളുണ്ടായിരുന്നു. ഒരാൾ വലിയ ധനികയായിരുന്നു, മറ്റേയാൾ സാധാരണക്കാരിയും. ധനികയായ സ്ത്രീ പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും പണം നൽകുമായിരുന്നു. എല്ലാവരും അവരെ പുകഴ്ത്തി. എന്നാൽ പാവപ്പെട്ട സ്ത്രീ ആർക്കും ഒരു ശല്യമാകാതെ, ആരും കാണാതെ പള്ളിയും പരിസരവും വൃത്തിയാക്കുമായിരുന്നു. ഒരു ദിവസം വികാരിച്ചൻ ആ പാവപ്പെട്ട സ്ത്രീയെ വിളിച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അഭിനന്ദിച്ചു. അപ്പോൾ ആ ധനികയായ സ്ത്രീക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അച്ചോ, ലക്ഷങ്ങൾ മുടക്കുന്ന ഞാനാണോ വലുത്, അതോ അടിച്ചുവാരുന്ന അവളാണോ എന്ന് അവർ ചോദിച്ചു. അച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, ദൈവം നോക്കുന്നത് ആരെത്ര കൊടുത്തു എന്നല്ല, ഏത് മനോഭാവത്തോടെ കൊടുത്തു എന്നാണ്. ഒരാൾ കൊടുത്തത് തന്റെ സമൃദ്ധിയിൽ നിന്നാണ്. അത് മറ്റുള്ളവർ കാണാനും പുകഴ്ത്താനുമായിരുന്നു. എന്നാൽ മറ്റേയാൾ കൊടുത്തത് തന്റെ സമയവും ആരോഗ്യവുമാണ്. അത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ മാത്രമായിരുന്നു. സ്നേഹമുള്ളവരെ, മറിയം പഠിപ്പിക്കുന്നതും ഇതാണ്. അവളുടെ സ്തുതിപ്പ ഗീതം മഗ്നിഫിക്കേറ്റ് ഒരു വിപ്ലവ ഗാനമാണ്. അവൾ പറയുന്ന ഈ സ്തുതിപ്പ ഗീതത്തിലെ ഓരോ വരികളും നമ്മുടെ ഇന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് താഴെയിറക്കി, എളിയവരെ ഉയർത്തി. ഇന്ന് ലോകത്തിൽ എത്രയോ ശക്തന്മാരുണ്ട്. അധികാരവും പണവും സ്വാധീനവും കൊണ്ട് മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്തുന്നവർ. അവർ ചിന്തിക്കുന്നത് തങ്ങളാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്നാണ്. എന്നാൽ ദൈവം പറയുന്നു, ആ സിംഹാസനങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല. ഒരു ദിവസം ദൈവം എളിയവരെ ഉയർത്തും. ഒരുപക്ഷേ നിങ്ങൾ ഇന്ന് സാമ്പത്തികമായി വളരെ പിന്നിലായിരിക്കാം. കടബാധ്യതകൾ നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടാകാം. നിങ്ങളുടെ ജോലിസ്ഥലത്ത് അർഹിക്കുന്ന അംഗീകാരം കിട്ടാതെ നിങ്ങൾ വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. ശാരീരികമായ വിശപ്പിനെക്കുറിച്ച് മാത്രമല്ല മറിയം ഇവിടെ പറയുന്നത്. സ്നേഹത്തിനു വേണ്ടി വിശക്കുന്നവർ, നീതിക്കുവേണ്ടി വിശക്കുന്നവർ, സമാധാനത്തിനു വേണ്ടി വിശക്കുന്നവർ, ഇവരുടെ എല്ലാം വിശപ്പ് ദൈവം മാറ്റും. എന്നാൽ തങ്ങളുടെ സമ്പത്തിൽ മാത്രം ആശ്രയിച്ച് ദൈവത്തെ ആവശ്യമില്ല എന്ന് കരുതുന്നവർ അവസാനം വെറും കൈയോടെ മടങ്ങേണ്ടിവരും. നമ്മുടെ ജീവിതത്തിൽ എന്തിനു വേണ്ടിയാണ് നാം വിശക്കുന്നത്? പണത്തിനോ പ്രശസ്തിക്കോ അതോ ദൈവത്തിന്റെ കൃപയ്ക്കു വേണ്ടിയോ? മറിയത്തിന്റെ ജീവിതം ഒരു ശിഷ്യയുടെ ജീവിതമാണ്. വിശ്വസിക്കുകയും വിശ്വസിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത ശിഷ്യ. അതുകൊണ്ടാണ് എലിസബത്ത് സ്നേഹമുള്ളവരെ, ഇന്നത്തെ 2 വായനകളെയും നമുക്കൊന്ന് ചേർത്തു വായിക്കാം. 1-ാം വായനയിൽ നാം കണ്ടത് സ്വർഗത്തിന്റെ രാജ്ഞിയായ, സൂര്യനെ ഉടയാടയാക്കിയ, തിന്മയുടെ മേൽ വിജയം വരിച്ച സ്ത്രീയെയാണ്. സുവിശേഷത്തിൽ നാം കണ്ടത് തന്റെ ചാർച്ചക്കാരിയെ ശുശ്രൂഷിക്കാൻ മലമ്പാതയിലൂടെ തിടുക്കത്തിലോടുന്ന എളിയവളായ ഒരു ദാസിയെയാണ്. ഈ രണ്ടും ഒരാളാണ്. ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം. പരിശുദ്ധ മറിയം സ്വർഗത്തിന്റെ രാജ്ഞിയായത് സ്വർണ്ണക്കിരീടം വെച്ചുകൊണ്ടല്ല, മറിച്ച് എളിമയുടെയും ശുശ്രൂഷയുടെയും മുൾക്കിരീടം സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ്. വെളിപാടിലെ സ്ത്രീ പുതിയ ഉടമ്പടിയുടെ പേടകമാണ്. പഴയ നിയമത്തിൽ ഉടമ്പടിയുടെ പേടകം ദൈവത്തിന്റെ സാന്നിധ്യം വഹിച്ചതുകൊണ്ട് പരിശുദ്ധമായിരുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ ദൈവത്തെ